ഈ യുവാവിനെ, കൗമാരത്തിന്റെ പടികടന്ന യുവാവിനെ ഇവര് പിടിച്ചൊരു പൊട്ടക്കിണറ്റിലിട്ടു. ബൈബിള് വായിക്കുന്നവർക്കറിയാം, ഇതല്ലെങ്കിൽ ബൈബിളിലെ കഥ കേട്ടിട്ടുള്ളവർക്കറിയാം. വെറും കഥയാണെന്നല്ല ഞാൻ പറഞ്ഞ, സംഭവ കഥ. എന്നിട്ട് അപ്പന്റെ മുമ്പിൽ ചെന്നു, വസ്ത്രം ഉരിഞ്ഞെടുത്തു, ഒരാടിനെ കൊന്നു, ചോര പുരട്ടി. അപ്പാ, നിന്റെ മകനെ ഏതോ കാട്ടുമൃഗം കടിച്ചുപോയി. കാട്ടുമൃഗം ഇതിലൊക്കെ എത്ര ഭേദമാണ്. അന്ന് ഇത് അവിടെ മാത്രം സംഭവിച്ചതല്ല, നൂറ്റാണ്ടുകളായി ആവർത്തിക്കപ്പെട്ടു. പക്ഷെ 1927 ജോൺ എഡ്ഗർ ഹൂവർ അമേരിക്കൻ ഫോറൻസിക് അസോസിയേഷന്റെ ചെയർമാനായി സ്ഥാനമേറ്റു. അദ്ദേഹം ചെയ്ത ആദ്യത്തെ ഒരു നിർദ്ദേശം, മനുഷ്യരക്തവും മൃഗങ്ങളുടെ രക്തവും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കണം. അദ്ദേഹത്തിന്റെ ആജ്ഞ സസന്തോഷം ശിരസാവഹിച്ച ശാസ്ത്രജ്ഞന്മാരുടെ അഹർനിശമായ അക്ഷീണ പരിശ്രമ ഫലമായി മനുഷ്യരക്തം പ്രധാനമായും 4 ഗ്രൂപ്പുകളുടെ വ്യത്യാസമല്ലാതെ എല്ലാം ഒരുപോലെ കറുത്ത ആഫ്രിക്കക്കാരന്റെയും വെളുത്ത ബ്രിട്ടീഷുകാരന്റെയും ചുവന്ന റഷ്യക്കാരന്റെയും മഞ്ഞ മംഗോളിയന്റെയും തവിട്ട് ഭാരതീയന്റെയും രക്തം ഒരുപോലെ മാനവ രക്തമാണെന്ന് ഞങ്ങളെപ്പോലുള്ള ഏതെങ്കിലും ഉപദേശിമാരുടെ ബൈബിൾ സെമിനാരിയുടെ മുറ്റത്തോ ഇതുപോലെ 4 ഭാഗം തുറന്ന ഒരു പുരയിടത്തിൽ 4 കാല് വലിച്ചു കെട്ടിക്കൊണ്ടോ ഉറക്ക പറഞ്ഞതല്ല, ശാസ്ത്ര പരീക്ഷണശാലയിൽ വെച്ച് തെളിയിക്കപ്പെട്ട പരമാർത്ഥം 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പുസ്തകം ഞങ്ങൾ പറയുന്ന ബൈബിളാണ്. നാളെയുടെ നാളുകളിൽ ലോകത്ത് നടക്കുന്നത് ഇന്നലെയുടെ താളുകളിൽ എഴുതി വെച്ച ലോകത്തിലെ ഏതെങ്കിലും പുസ്തകമുണ്ടെങ്കിൽ അഭിമാനത്തോടുകൂടെ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രിയപ്പെട്ടവരെ നമ്മൾ പറയും അത് ബൈബിളാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പലപ്പോഴും നാട്ടുകാര് പരിഹാസപ്പാട്ട് പാടുമ്പോൾ ഒരു ചെറിയ വൈക്ലഭ്യമൊക്കെ തോന്നാറില്ലേ? പക്ഷേ നാളെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിശ്വാസത്താൽ ഇന്നലെ പ്രഖ്യാപിച്ചവരുടെ പിന്മുറക്കാരാണ് നമ്മൾ. അപ്പോൾ അത് ഒരു മനുഷ്യന്റെ രക്തത്തോട് പങ്കുണ്ടെന്നും കണ്ടെത്തി. അത് ആദമല്ലാതെ മറ്റാരാണ്? അപ്പൊ ലോകത്തുള്ള ഏത് മതവിശ്വാസിയും ഏത് നിർവിശ്വാസിയും ഏത് ഭാഷ സംസാരിക്കുന്നവനും എല്ലാം ഒരേ പിതാവിന്റെ പുത്രന്മാരാണെന്ന് ലോകത്തോട് ബൈബിൾ പറയുമ്പോൾ ആർക്കും ആരോടും മേനി പറയാനില്ല, ആർക്കും ആരുടെ മുമ്പിലും അപകർഷതയ്ക്ക് അവകാശമില്ല. നേരെ മറിച്ച് മനുഷ്യവർഗം അഭിമുഖീകരിക്കുന്ന കടുത്ത കെടുതികളുടെ മുഴുവൻ ചരിത്രം അക്കമിട്ട് ബൈബിൾ പറയുന്നതിലേക്ക് ഞാൻ വരുന്നു. എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. ഈ അറുതി നിശ്ചയിക്കാനാകാത്ത അണ്ടകടാഹത്തെ ദൈവം നിർമ്മിച്ചതൊരു വാക്കുകൊണ്ടാണ്. അങ്ങനെ സൃഷ്ടിയുടെ 7 സൃഷ്ടിയും ഓരോ വാക്കുകൊണ്ട് നിർമ്മിച്ച ദൈവത്തിന് കാൽക്ഷണം കൊണ്ട് അര വാക്കുകൊണ്ട് ദൈവത്തിന് നിർമ്മിക്കാമായിരുന്നു മനുഷ്യനെ. പക്ഷെ അങ്ങനെ ചെയ്തില്ല. ഈ ഭൂമിയുടെ സൃഷ്ടി തന്നെ നോക്കിക്കേ. ഇതെല്ലാം സയൻസ് പറഞ്ഞു. ഞങ്ങൾ സയൻസിനൊന്നും എതിരല്ല. 1370 കോടി ഇതൊരു കണക്കാണ്. ഈ കണക്ക് മാത്രമല്ല, പല കണക്കുമുണ്ട്. 1370 കോടി വർഷം മുമ്പ് ഒരു പൊട്ടിത്തെറിയിൽ കൂടെ ഈ പ്രപഞ്ചമുണ്ടായി. കാലമുണ്ടായി, ഊർജമുണ്ടായി, സ്ഥലമുണ്ടായി. ഇങ്ങനെയാണ് പറയുന്നത്. നമുക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, കോഴിക്കോട്ട് ബോംബ് പൊട്ടിത്തെറിച്ചു എന്നൊരു വാർത്ത വന്നാൽ അതും നമുക്ക് വലിയ അതിശയൊന്നുമില്ല, സംഭവിക്കാം. പക്ഷേ കോഴിക്കോട്ട് പൊട്ടിത്തെറിയിലൂടെ ഒരു ബോംബുണ്ടായി എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും? ഇനി നിങ്ങൾ ഉൾക്കൊണ്ടോ? അതിനുള്ള ജനാധിപത്യപരമായ അവകാശം നിങ്ങൾക്കുണ്ട്. പക്ഷെ ഒരു ചോദ്യം, ഇത്രയും ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ? ഈ പ്രപഞ്ചത്തെ ദൃശ്യാദൃശ്യങ്ങളും ചരാചരങ്ങളും നിറഞ്ഞ ഈ വിസ്തൃതമായ പ്രപഞ്ചത്തെ ദൈവം സൃഷ്ടിച്ചു എന്ന് വിശ്വസിക്കാൻ ഇത്രയും പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് ഞങ്ങൾ പറയും. പ്രിയപ്പെട്ടവരെ, ദൈവം നിർമ്മിച്ചു. നിർമ്മിച്ചപ്പോൾ പറയുന്നത് സകല സ്പീഷ്യസിനെയും സ്പീഷ്യസ് ആയി നിർമ്മിച്ചു.
ഉൽപ്പത്തി 1:24 അതാതു തരം. ഈ അതാത് തരത്തിന് വിരുദ്ധമായി ലോകത്ത് 4 ജീവജാലങ്ങളെ ഉള്ളൂ. ഒരേ വർഗത്തിൽപ്പെട്ടതിന്റെ പരസ്പര ബന്ധത്തിൽ ജനിക്കുന്ന ജീവജാലം. ആൺ കുതിരയ്ക്ക് പെൺകഴുതയിൽ ജനിക്കുന്ന കോവർ കഴുത, ആൺ കഴുതയ്ക്ക് പെൺകുതിരയിൽ ജനിക്കുന്ന ഹിന്നി, ആൺ സിംഹത്തിന് പെൺകടുവയിൽ ജനിക്കുന്ന ലൈഗർ, ആൺ കടുവയ്ക്ക് പെൺസിംഹത്തിൽ ജനിക്കുന്ന ടയോൺ. പക്ഷെ ഒറ്റ പ്രശ്നം, ഈ 4 ജീവികൾക്കും പ്രത്യുൽപാദന ശേഷിയില്ല. ഒരു കോവർ കഴുതയ്ക്ക് മറ്റൊരു കോവർ കഴുതയെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഒരു ഹിന്നിക്ക് മറ്റൊരു ഹിന്നിയെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഒരു ടയോണിന് മറ്റൊരു ടയോണിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. ഒരു ലൈഗറിന് മറ്റൊരു ലൈഗറിനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അതാത് തരമെന്ന് ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇനി മനുഷ്യന്റെ നിർമ്മിതിയിലേക്ക് വരുമ്പോൾ, ദൈവ സൃഷ്ടിയുടെ മാസ്റ്റർ പീസ് കൃതിയായി ദൈവം മനുഷ്യരെ മെടഞ്ഞെടുത്തത് ഉൽപ്പത്തി 2:6-7. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ മണ്ണ് കൊണ്ട് മെടഞ്ഞ് ആളത്തപരമായി ഈശ്വരൻ ഇറങ്ങി വന്ന് പൂഴി, ആഫേർ എന്ന പദമാണ് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഹീബ്രുവിൽ മണ്ണിന് പറയുന്ന പേര് ആത്മ എന്നാണ്. ആ ആത്മയിൽ നിന്നും എടുക്കപ്പെട്ടവന് ദൈവമിട്ട പേര് ആദം. ആദത്തെ നിർമ്മിച്ചു. ഈ മണ്ണ് കൊണ്ട് നിർമ്മിച്ചവന്റെ മൂക്കിൽ ശ്വാസം ഊതിയപ്പോൾ ബയോളജിക്കലായി പറഞ്ഞാൽ ജീവനുള്ള ദേഹമായി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ബൈബിൾ അങ്ങനെ പറയുന്നില്ല. അതിന് കാരണമുണ്ട്, പറയാം. പ്രിയപ്പെട്ടവരെ, യാജാനുബാഹു എന്നൊരു വാക്കുണ്ട്. മുട്ടിന്റെ താഴെ കൈനീളമുള്ളവെന്നാണ് അർത്ഥം. പുരുഷ സൗന്ദര്യത്തിന്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ആജാനുബാഹു എന്ന് പറഞ്ഞാൽ എനിക്ക് പേടി തോന്നുന്ന എല്ലാവരും ആജാനുബാഹുക്കളാണ്. പക്ഷെ ശരിക്കുള്ള ആജാനുബാഹു അങ്ങനെയല്ല. നല്ല കൈനീളം, ഒത്ത നെഞ്ചു വിരിവ്, ആ നടപ്പ് കണ്ടാൽ തന്നെ ഒരു ഗജരാജ കല. പക്ഷെ നമ്മൾ പലപ്പോഴും പറയാറില്ലേ, മനുഷ്യത്വമില്ലാത്ത മനുഷ്യനെന്ന്. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ രൂപസൗഷ്ഠവം ഇല്ലാത്തത് കൊണ്ടല്ല, ഭൗതികമായ ശേഷിക്കുറവ് കൊണ്ടല്ല. ഇതെല്ലാം ഉള്ളപ്പോഴും മനുഷ്യനിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം യോഗ്യതയില്ലാതെ വരുമ്പോൾ നമ്മൾ പറയും മനുഷ്യത്വമില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന 5 അടി 2 ഇഞ്ച് സ്ഥൂല ശരീരമല്ല മനുഷ്യൻ. ഇതിന്റെ അകത്തിരിക്കുന്ന ആന്തരികമായ സത്തയാണ് മനുഷ്യൻ. ആ മനുഷ്യന്റെ വ്യക്തിത്വത്തിന് വില കൽപ്പിച്ചുകൊണ്ട് മനുഷ്യനെ കേവലം ശരീരമായി മരിച്ച് മണ്ണടിയുമ്പോൾ തീരുന്ന ഒരു പ്രതിഭാസമായി വില കുറച്ച് കാണാതെ മനുഷ്യന്റെ വ്യക്തിത്വത്തെ ആദരിച്ചുകൊണ്ട് ബൈബിൾ പറയുന്നു, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ഈ തുറന്ന പ്രദേശത്ത് ഉച്ചഭാഷിണി വെച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതിന്റെ കാരണം ഇതൊരു പൊതുശല്യമായത് കൊണ്ടല്ല, ഞങ്ങളുടെ മനസമാധാനത്തിനല്ല. നേരെ മറിച്ച് നിങ്ങൾ വിലപ്പെട്ടവരാണെന്ന് നിങ്ങളോട് ഒന്നുകൂടി പറയണമെന്ന് ഈശ്വരന്റെ ദൈവത്തിന്റെ നിർദ്ദേശമാണ് ഞങ്ങൾ ഇവിടെ പുനരാവിഷ്കരിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീട്ടുകാർക്ക് നിങ്ങൾ വിലകെട്ട വ്യക്തിയായിരിക്കാം. ജന്മം തന്ന മാതാപിതാക്കൾക്കും ജന്മം കൊടുത്ത മക്കൾക്കും നിങ്ങൾ ഒരു ബാധ്യതയായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വ്യക്തിത്വത്തെ ആദരിക്കുകയും സ്നേഹിക്കുകയും ആശ്ലേഷിക്കുകയും ജീവിതത്തിന്റെ കൈക്കുറ്റപ്പാടുകൾ കൊണ്ട് വന്നുപോയ കെടുതികളുടെ നടുക്കടലിൽ നിന്നും എടുത്തുയർത്തിക്കൊണ്ട് നിങ്ങളെ പരിഷ്കരിച്ച് പത്തരമാറ്റ് പവിഴത്തിളക്കത്തോടെ പുത്തൻ സൃഷ്ടികളാക്കി തീർക്കുന്ന ജീവസുറ്റൊരു സന്ദേശം ഈ രാത്രി ഞങ്ങൾ പറയുന്നു. യേശുക്രിസ്തുവിന്റെ സുവിശേഷം. പകരം വയ്ക്കാൻ മറ്റൊന്നില്ലാത്ത മാനവവർഗത്തിന്റെ ചരിത്രത്തില് ഏക മോചന ഗാഥയുടെ പേര് സുവിശേഷം. വിശദീകരിക്കാം. മനുഷ്യന്റെ നിർമ്മിതി ഈ ആദത്തിൽ നിന്നാണ് എല്ലാ മനുഷ്യരും ഉണ്ടായത്.
എല്ലാ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ആദത്തിൻ്റെ നിർമ്മിതി, ആദത്തിൻ്റെ നിർമ്മിതിക്ക് സ്ത്രീക്ക് ശേഷം നിർമ്മിച്ചത് പുരുഷന് ശേഷം സ്ത്രീയാണ്. ഈ ഹിറ്റ്ലർ ഒരുപാട് തമാശ പറയുന്ന ആളായിരുന്നു. ഈ കല അല്ലെ കൊല ഒരു കല പോലെ കൊണ്ടാടിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു നർമ്മബോധമൊക്കെ ഉണ്ടായിരുന്നു. വിശ്വാസം വെച്ച് അദ്ദേഹം റോമൻ കാത്തലിക്കാണ്. അപ്പോൾ ഹിറ്റ്ലറോട് ഒരു പുരോഹിതൻ ചോദിച്ചു, അങ്ങേക്ക് സ്ത്രീയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഹിറ്റ്ലർ പറഞ്ഞു, സ്ത്രീയെ നിർമ്മിച്ചത് ദൈവമാണ്, നിർമ്മിച്ചത് പുരുഷന് വേണ്ടിയാണ്. പക്ഷെ അത് പുരുഷൻ ഉറങ്ങിക്കിടന്നപ്പോഴാണ് നിർമ്മിച്ചത്. പിന്നെ പറഞ്ഞത്, അതിനുശേഷം ദൈവത്തിനോ പുരുഷനോ സ്വസ്ഥമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്ന്. ദൈവം ഉറങ്ങുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പാപം വന്ന പടി അദ്ദേഹം പറഞ്ഞത് ഇത്ര വളരെ വിദഗ്ധമായിട്ടാണ്. ഇക്കാലത്ത് ഞാനത് പറയില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ സ്ത്രീവിരുദ്ധനായി, നിങ്ങൾ കേസ് കൊടുത്താൽ ഞാൻ അകത്ത് പോകും. അകത്ത് പോയില്ലേലും പുറത്തേക്കട എന്ത് ചെയ്യുന്നത്, ഈ തുറന്ന ജയിലെന്ന് പോലെ ഈ തുറന്ന ലോകത്ത് ക്രൂശിക്കപ്പെടും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ സ്ത്രീയെ നിർമ്മിച്ചു. ഇവിടെ പലരും ചോദിക്കാറുണ്ട്, ഈ മനുഷ്യൻ വസ്ത്രവും ധരിക്കാതെ വിവരവും ബോധവുമില്ലാതെ മണ്ടനായിട്ട് ഇങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു, എന്നാൽ മനുഷ്യന് കുറച്ച് ബുദ്ധി കൊടുത്തേക്കാമെന്ന് പിശാച് വിചാരിച്ചു. പിശാചല്ലേ ഭേദമെന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നത് അങ്ങനെയല്ല. ഒരു ഉദാഹരണം, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം എന്താണ്? ഇതൊരു സാധാരണ ഫോണാണ്, സ്മാർട്ട് ഫോണാണ്, സാധാരണ ഫോണാണ്. ഇത് റെഡ്മിയാണ്. റെഡ്മി ചൈനക്കാരൻ്റെ കമ്പനിയാണ്. കാര്യം ചൈന നമ്മുടെ ശത്രുക്കളാണേലും നമ്മൾ മിത്രങ്ങൾ ഇതുവരെ ഇതുപോലെ കുറഞ്ഞ വിലയ്ക്ക് ഫോൺ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. പിന്നെ എന്താ ചെയ്യുക? നമ്മൾ ശത്രുവിൻ്റെ ഫോൺ മേടിച്ച് ഉപയോഗിക്കും. അപ്പോൾ ഈ റെഡ്മി മാത്രമേ ഉള്ളൂ എന്നിരിക്കട്ടെ. മോട്ടോറോള ആദ്യത്തെ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു, ഇതിനേക്കാൾ മുമ്പുള്ള കമ്പനിയാണ്. ഈ മോട്ടോറോള മാത്രമേ ഉള്ളൂവെങ്കിൽ മോട്ടോറോളയും റെഡ്മിയും തമ്മിലുള്ള താരതമ്യം അപ്രസക്തമാണ്. രണ്ടില്ലെങ്കിൽ താരതമ്യമില്ല. അത് ചലച്ചിത്രത്തിലാണല്ലോ എവിടെയാണെങ്കിലും. നന്മയും തിന്മയും തിരിച്ചറിയണം. നന്മ മാത്രം തിരിച്ചറിഞ്ഞ അവസ്ഥയിലാണ് ദൈവം മനുഷ്യൻ നിർമ്മിച്ചത്. തിന്മ തിരിച്ചറിയരുതെന്ന് ദൈവം ആഗ്രഹിച്ചു. ഇനി ബോധം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ബൈബിളിൽ നിന്ന് തെളിയിക്കാം. 2:22 ആദം ഉറങ്ങിക്കിടന്നപ്പോഴാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി അപ്പോൾ ഈ സ്ത്രീയെ നിർമ്മിച്ചത് ആദം ഉറങ്ങിക്കിടന്നപ്പോഴാണ്. ഇതാദം അറിഞ്ഞിട്ടില്ല. ചെന്ന് പറയാൻ മൂന്നാമതൊരു മനുഷ്യനില്ല. പക്ഷേ ആ ഹവ്വയെ കൊണ്ടുവന്ന ആദത്തിന്റെ മുമ്പിൽ നിർത്തുമ്പോൾ മഹാകവി സൈമൺ സാറ്, KV സൈമൺ സാറ് വേദവികാരത്തിൽ പറയുന്ന വളരെ മനോഹരമായിട്ടാണ്. ബൈബിളിൽ പറഞ്ഞതല്ല, സൈമൺ സാർ പറയുന്നത്. ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യ നാരീരത്നം തനിക്ക് മുന്നിലായി നിൽക്കുന്ന വിവാദത്തിൽ കനൽക്കുനേരായി കിഴക്കുതിച്ച പാലുപോലെ എന്തു ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച. ഹന്തമിന്നലീ ഭൂവിൽ പിണ്ഡിതാകൃതിയായോ ചന്ദ്രനെ വെടിഞ്ഞ് ചന്ദ്രിക വരാപതായോ. അർത്ഥം ഞാൻ വിശദീകരിക്കാം. ആദം കണ്ണ് ചിമ്മി തുറന്നപ്പോൾ കിഴക്ക് സൂര്യൻ ഉദിച്ചതുപോലെ കനല് പോലെ ജ്വലിച്ചൊരു സ്ത്രീരൂപം. ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വരും. ഐശ്വര്യ എന്നല്ല ലോകസുന്ദരി ഹവ്വയാണ്. കാരണം ദൈവം നിർമ്മിച്ച ആദ്യത്തെ കലർപ്പില്ലാത്ത, പാപത്തിന്റെ കാളിമയില്ലാത്ത, തേജസ്സണിഞ്ഞ സ്ത്രീരൂപം ആദത്തിന് തോന്നുന്നത്. ബൈബിളിലല്ല കേട്ടോ. എന്താ ഞാൻ കാണുന്നത്? ഈ നിലാവ് ഇങ്ങനെ മിന്നല് ഉരുണ്ടുകൂടിയോന്നോ ചോദിക്കുന്നത്. പിണ്ഡിതാകൃതിയായോ? ചന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് നിലാവ് ഇറങ്ങിപ്പോന്ന്. ഇങ്ങനെയൊക്കെ ഭാര്യമാരെ പുകഴ്ത്തിക്കഴിഞ്ഞാൽ അവർ ഓട് വിളിച്ചല്ല, കോൺക്രീറ്റ് വിളിച്ച് ആകാശത്ത് കയറും. പറയേണ്ടതൊന്നും ഞാൻ പറയില്ല. പറഞ്ഞവർ കുഴപ്പമുള്ളൂ, നാളെയും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചോദിക്കും, ഇപ്പം എന്താ നിങ്ങൾക്കൊരു മാറ്റം എന്ന് ചോദിക്കും. ഞാൻ അത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ.
ഞാൻ പറഞ്ഞത് അപ്പോൾ ആദം പറയുന്നത് ബൈബിൾ പറയുന്നത് ഞാൻ പറയാം, ആരും കാണിച്ചു കൊടുത്തിട്ടില്ല. എന്നിട്ടും പറഞ്ഞു, ആരും പറഞ്ഞു കൊടുക്കാതെയും, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവുമെന്ന തിരിച്ചറിവ്, നല്ല ബോധം പാപം ചെയ്യുന്നതിന് മുമ്പുണ്ടായിരുന്നു. പാപം ചെയ്തപ്പോൾ നല്ല ബോധത്തിന് കേടുപറ്റുകയും അരുതാത്ത തിന്മയുടെ വഴിത്താരകളെ കുറിച്ചുള്ള കാണണ്ടാത്ത കാഴ്ചയ്ക്ക് വേണ്ടി കണ്ണു തുറക്കുകയും ചെയ്തു. ആ തിന്മ തിരിച്ചറിഞ്ഞിട്ടാണ് കൊലപാതകത്തിന്റെ രൂപത്തിൽ മരണം വന്നത്, രോഗം വന്നത്. നമ്മുടെ അമ്മവങ്ങന്മാർക്ക് നടുറോട്ടിൽ കൂടെ പട്ടാപ്പകല് പോലും നടക്കാൻ പറ്റാത്ത രാക്ഷസീയമായ സ്ഥിതിവിശേഷങ്ങൾ ഇന്നും സംജാതമാകുന്നതിന്റെ കാരണം നന്മ മാത്രം അറിഞ്ഞ മനുഷ്യൻ തിന്മ കൂടെ അറിയാൻ വേണ്ടി ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചപ്പോഴാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തിന്മയില്ലാത്ത, പിശാചിന് കാലുകുത്താൻ ഇടയില്ലാത്ത സുന്ദരമായ ഒരു ഭൂമി ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിച്ചതൊരു തെറ്റാണോ? അല്ല. അന്നടഞ്ഞുപോയ മനുഷ്യന്റെ സുബോധം, എല്ലാവരുടെ അല്ല ഞാൻ പറഞ്ഞത്, അത് തുറന്നു കിട്ടുന്നത് രണ്ടാമത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ കൂടെയാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കാശ് മുഴുവൻ ഷാപ്പിൽ കൊടുത്ത് വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് ഭാര്യയെ പിടിച്ച് വളച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് ഇടിക്കുമ്പോൾ, മുതുകത്തിടിക്കുമ്പോൾ അമ്മ പറയും, അമ്മായി അമ്മയാണെങ്കിലും സഹിക്കാൻ വയ്യാതെ പറയും, എടാ അത് നിന്റെ പെണ്ണും പിള്ളയാണെന്ന് പറയും. എവിടെ നിന്ന് കേൾക്കാൻ? ശരിയായ ബോധം നഷ്ടപ്പെട്ടു പോയില്ലേ? അപ്പോൾ തിരിച്ചറിയേണ്ടവരെ തിരിച്ചറിയാനും മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാനും പരസ്പരം ബഹുമാനിക്കാനും സ്നേഹിക്കാനും മനുഷ്യരെ രണ്ടാമത് പഠിപ്പിച്ചത് രണ്ടാം ആദമെന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഈ രാത്രി പാപ സ്വഭാവത്തിന്റെ പാശങ്ങൾ കൊണ്ട് കെട്ടപ്പെട്ട് മോചനമില്ലാതെ തിന്മയുടെ വഴിയിൽ കൂടെ തീർത്ഥാടനം ചെയ്ത് നിരാശയിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവരെന്ന് സ്വയം വിധി എഴുതി ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങളെ അഴിച്ചുവിടുന്ന ഒരു വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ മനുഷ്യൻ തെറ്റ് ചെയ്തു, പാപം ചെയ്തു. പാപം ചെയ്തപ്പോൾ മനുഷ്യനെ ദൈവം ശിക്ഷിച്ചു, നീതിമാനായ ദൈവം. പക്ഷെ അതോടെ മനുഷ്യനെ എന്നേക്കുമായി എഴുതിത്തള്ളി എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യവർഗത്തിന്റെ എല്ലാ കാലത്തെയും ശത്രുവായ പിശാചിന്റെ ആഹ്ലാദങ്ങൾ കരുതി വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ ആർജവത്വമുള്ള ഗർജനം ആദ്യ വാഗ്ദാനത്തിന്റെ രൂപത്തിൽ ബൈബിളിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും. അങ്ങനെ പാപത്തിന്റെ പടുകർത്തത്തിൽ വീണ് നടുവൊടിഞ്ഞ നരവർഗത്തിന്റെ ആയിരത്താണ്ടുകളായി ലോകത്തിന്റെ പല കോണുകളിൽ നിന്നുള്ള നിലയ്ക്കാത്ത നിലവിളികളുടെ ഒക്കെ മറുപടിയായി സത്യദൈവത്തിന്റെ സാക്ഷാത്തായ വാഗ്ദാനത്തിന്റെ പൂർത്തിയായി ഇന്നേക്ക് 2 സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് പാലസ്തീനായിൽ കന്യാമറിയത്തിന്റെ പുണ്യപുത്രനായി ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി മുറിച്ച കാലത്തെ വിഭജിച്ച വജ്രരേഖയായ ജന്മമെടുത്ത് ഈ ഭൂപ്പരപ്പിൽ ജനിച്ച സത്യദൈവത്തിന്റെ അവതാരമാണ് കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ എല്ലാ മനുഷ്യരും യാദത്തിന്റെ മക്കളാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലപ്പോഴും അവയവമാറ്റം നടക്കുന്നുണ്ട്. നീലകണ്ഠ ശർമ്മ എന്ന ബ്രാഹ്മണന്റെ ഹൃദയം മാത്യു അച്ചാടൻ എന്ന ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ തുന്നിപ്പിടിപ്പിച്ചപ്പോൾ അത് അവിടെ ഇരുന്ന് മിടിക്കുന്നുണ്ട്. ഒരാഫ്രിക്കക്കാരനും ഇന്ത്യക്കാരനും വിവാഹം കഴിച്ചാൽ മനുഷ്യന്റെ കുട്ടി തന്നെ ജനിക്കുന്നതും പോത്തിന്റെ കുട്ടി ജനിക്കാത്തതും മനുഷ്യരെല്ലാവരും ഒന്നാണ്. മനുഷ്യരെല്ലാം ഏതിലൊന്നാണ്? ഒരു പിതാവിന്റെ മക്കളെന്ന നിലയ്ക്ക് ഒന്നാണ്. രണ്ടാമത് മനുഷ്യർ ഒന്നായത് എവിടെയാണ്? അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. റോമർ 5:12.
പാപത്തിന്റെ ശമ്പളം മരണം. വിശുദ്ധ ബൈബിൾ പറയുന്നു, റോമർ 6:23, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. എഗസ്കേൽ 18:24. തീർന്നില്ല. ആരൊക്കെ പാപം ചെയ്തു? റോമർ 3:23. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പോൾ പാപത്തിൽ എല്ലാവരും തുല്യർ. ജനനത്തിൽ തുല്യർ. ജനിച്ച ശേഷം പിന്നെ തുല്യത മാറും. അടുത്ത സെക്കൻഡ് തുല്യത മാറും. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. പൗരാണിക ഭക്തനായി യോബ് പറയുന്നു. പുതിയ നിയമത്തിൽ സെന്റ് പോൾ പറയുന്നു, ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് നമ്മളൊന്നും കൊണ്ടുപോകുന്നുമില്ല. ജനനത്തിൽ തുല്യരാണ്. ജനിച്ചു കഴിഞ്ഞ് സ്റ്റാറ്റസ് മാറും, അടുത്ത സെക്കൻഡിൽ മാറും. അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ പൊന്മോതിരമില്ല, ഒന്നുമില്ല, ഒരു മനുഷ്യ ശിശു. മരണത്തിൽ തുല്യരാണ്. ഒരു കുന്നോളം പൊന്നിട്ട് കുഴിച്ചു മൂടിയാലും ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകില്ല. മരണത്തിൽ തുല്യരാണ്. പ്രിയപ്പെട്ടവരെ, ജനനത്തിലും പാപത്തിലും മരണത്തിലും മനുഷ്യവർഗം തുല്യരാണെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പാപമോചനത്തിന്റെ കാര്യത്തിലും രണ്ടില്ല പദ്ധതി. മനുഷ്യവർഗം തുല്യരാണ്. മോചനത്തിന്റെ ഏക പദ്ധതി കർത്താവായ യേശുക്രിസ്തു ദൈവമൊരുക്കിയ ഏക രക്ഷാപദ്ധതി. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാനങ്ങ് പോവാം. ഈ അവരുടെ നിവാസത്തിന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ച് ബൈബിള് പറഞ്ഞത്ര സത്യ. ഉൽപ്പത്തി 10:35. ഭൂമി വിഘടിക്കപ്പെട്ടു. ഈ ഭൂമി ഒറ്റ ഭൂമിയായിരുന്നു. ശാസ്ത്രം പറഞ്ഞ പോലെ പാഞ്ചിയ, പേരൊന്നും ബൈബിളിൽ പറഞ്ഞില്ല, പാഞ്ചിയ എന്നൊരു ഒറ്റ വൻകരയും പന്തലാസ എന്ന ഒറ്റ സമുദ്രവും. ഭൂമി വിഘടിക്കപ്പെട്ടു എന്ന് ബൈബിൾ പറയുന്നു. അത് തന്നെ ശാസ്ത്രം പറയുന്നത്. കാലഗണനയിൽ തർക്കമുണ്ട്, തർക്കം അവിടെ കിടക്കട്ടെ. ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നീഗ്രോയിഡ് വംശക്കാരായ ജെറോവകൾ 5000 വർഷം മുമ്പ് എങ്ങനെ ഇവിടെ വന്നു? വഞ്ചി ഉണ്ടാക്കി വന്നതല്ല, ഈ കടൽ ചാണ്ടാണ്ടി ഭൂമി വിഘടിക്കപ്പെട്ടപ്പോൾ വന്നതാണ്. അവരുടെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അടുത്ത കാലത്തായി ഒരു 12 വർഷം മുമ്പ് ഇന്ത്യ ഗവൺമെന്റ് പൊതുജനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച് സൈന്യത്തെ കാവൽ നിർത്തി. ഉപ്പ് കൂട്ടാതെ ഭക്ഷണം കഴിക്കുന്നവർ, അമ്പും വില്ലും കൊണ്ട് വേട്ടയാടുന്നവർ, അർത്ഥനഗ്നനായവർ, ഇന്ത്യയുടെ ഐഡന്റിറ്റി കാർഡില്ലാത്ത ഇന്ത്യക്കാർ. ഞാൻ ഈ പറഞ്ഞത് ലോകത്തിന്റെ പല ഭാഗത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ ജനതയ്ക്കും കാലങ്ങളും നിവാസങ്ങളും കൊടുത്തു എന്നാണ്. നമ്മളെ മലയാളികളെ ലോകത്ത് എവിടെ പോയാലും നമുക്ക് ചോറും സാമ്പാറും എല്ലാം എന്ത് ചെയ്യണം? കൂട്ടിക്കഴിക്കണം. പക്ഷെ ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുക്കട്ട തിന്നണമെന്നത് പഴമൊഴി മാത്രമല്ല, അതൊരു ഭക്ഷണശാസ്ത്രം കൂടെയാണ്. അറബികളുടെ നാട്ടിൽ ചെന്നാൽ അവരുടെ ഭക്ഷണം കഴിക്കണം. അത് ആ കാലാവസ്ഥയ്ക്കനുസരിച്ച് അതിനുള്ള ബോധം ദൈവർക്ക് കൊടുത്താണ്. നമ്മൾ കഴിക്കുന്ന മുളക്, മല്ലി, ഉപ്പ് ഇതെല്ലാം ഔഷധ ഗുണമുള്ളതാണ്. ആഹാരത്തിൽ ചേർത്ത് കഴിക്കാൻ പൂർവികന്മാർ പഠിപ്പിച്ചു. ഞാനത് പറഞ്ഞു വന്നത്, അവരുടെ നിവാസത്തിന് കാലങ്ങളും അതിരുകളും നിശ്ചയിച്ചു. പക്ഷേ അത് പലതാണെങ്കിലും മോചനത്തിന് പല വഴി ദൈവം നിശ്ചയിച്ചില്ല, ഒറ്റ വഴി. ആ വഴി ഏതാണെന്ന് ചോദിച്ചാൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വഴി എന്നൊക്കെ പറയുമ്പോഴേ ഈ വഴി ഒരു വൺ വേ ട്രാഫിക്കാണോ? നമ്മുടെ മലയാള ഭാഷ എത്ര സുന്ദരമായ ഭാഷയാണ്. ഗതാഗതം. തമിഴന്മാർക്ക് പിന്നെ അത്ര വലിയ പ്രശ്നമല്ല. പോക്കുവരത്ത് കഴകം, പോകുന്നതും വരുന്നതും. വഴി എന്ന് പറഞ്ഞാൽ അത് പോകുന്നത് മാത്രമല്ല, വരുന്നതുമാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു എന്ന മാനവവർഗത്തിന്റെ മോചനത്തിന്റെ വാദം, അത് ഈശ്വരൻ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന വഴി മാത്രമല്ല, മനുഷ്യരെ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തിക്കുന്ന വഴിയുടെ പേരും മറ്റൊന്നില്ല. അത് കർത്താവായ യേശുക്രിസ്തു എന്നാണ്. പ്രിയപ്പെട്ടവരെ,
ഇത് ക്രിസ്ത്യാനികളോട് പറയുന്ന വേദാന്തമല്ല. ഇത് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളോട് സംസാരിക്കുന്ന പ്രബോധനമല്ല. ക്രൈസ്തവരല്ലാത്ത ഇസ്ലാമികളോടും യഹൂദന്മാരോടും ബൗദ്ധരോടും ജൈനരോടുമൊക്കെ ഞങ്ങളുടെ കൂടെ കൂടിക്കോ എന്ന് പറയുന്ന മൗലികവാദമല്ല. ഞങ്ങൾ പറയുന്നത് ക്രിസ്ത്യാനികളോടല്ല, ഞങ്ങൾ പറയുന്നത് ഹിന്ദുക്കളോടല്ല, ഞങ്ങൾ പറയുന്നത് ഇസ്ലാമികളോടല്ല, ഞങ്ങൾ പറയുന്നത് മനുഷ്യരോടാണ്. ഒരമ്മയുടെ പൊക്കിൾ കൊടി അറ്റുവീണ മനുഷ്യരോട് പറയുന്നു, മനുഷ്യവർഗത്തിന്റെ മോചനത്തിന് പകരം വെക്കാൻ മറ്റൊരു സന്ദേശമില്ല. അതുകൊണ്ട് ബൈബിളിന്റെ പ്രഖ്യാപനത്തെ ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഇവിടെ നമുക്ക് യുക്തിഭദ്രമായ ചില ചോദ്യമൊക്കെ ചോദിക്കാം. എല്ലാ കാര്യവും യുക്തിയുടെ പരിധി നിൽക്കില്ല. എങ്കിലും ഒറ്റ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ മുഴുവൻ മനുഷ്യവർഗത്തെയും കൊണ്ടുപോയി പാപത്തിന്റെ തൊഴുത്തിൽ കെട്ടി അവിടെ തളച്ച ദൈവത്തിന്റെ നീതി ഒരു നീതിയാണോ എന്ന് ചോദിക്കാം. പ്രിയപ്പെട്ടവരെ, കൊച്ചു പിള്ളേരാരും മുമ്പിലിരിക്കാറില്ല, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാറുണ്ട് പിള്ളേരോട്. ഇന്ന് ഇന്ത്യയിൽ ജനിച്ചു വീഴുന്ന ചോര കുഞ്ഞു പോലും 14 കോടിക്ക് മുകളിൽ. ഞാൻ കണക്കിന് വിദഗ്ധനല്ല, അതുകൊണ്ടാണ് ഈ ഏകദേശ കണക്ക് പറയുന്നത്. 208 ലക്ഷം കോടി രൂപയുടെ കടം, നമ്മുടെ പൊതുകടം. അത് 144 കോടി കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന തുക. അത്രയും രൂപയുടെ കടക്കാരാണ് ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും. അതിലാ ഇടയ്ക്കിരിക്കുന്ന കൊച്ചിന് 35 രൂപയുടെ കിറ്റ്കാറ്റ് മേടിക്കാൻ പൈസ കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയും. എനിക്കും കിട്ടിയിട്ടില്ല. നമ്മൾ എങ്ങനെ കടക്കാരായി? നമ്മുടെ അപ്പനപ്പൂപ്പന്മാരാരെങ്കിലും ലോകബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടോ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്ന് ഫണ്ട് നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? ലോകബാങ്ക് പോയിട്ട് ലോക്കൽ ബാങ്കിൽ നിന്നും പാവപ്പെട്ടവന്റെ കുട്ടിക്ക് പഠിക്കാൻ ഒരു ലോൺ കിട്ടണമെങ്കിൽ അത് കൊടുക്കാതിരിക്കാൻ നമ്മുടെ ബാങ്കുകാർ നോക്കും. അപ്പോൾ തന്നെ അംബാനിക്കും അദാനിക്കും വിജയ് മല്യമാർക്കുമൊക്കെ വാരിക്കോരി കൊടുക്കുന്ന ഉദാരപരമായ വ്യവസ്ഥയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആർക്കും നേരിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ നമ്മുടെ സൈനികർക്ക് നല്ല പ്രതിരോധ ആയുധങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ രാജ്യത്ത് നല്ല പാലങ്ങളും തീവണ്ടി പാളങ്ങളും ഉണ്ടാകാൻ, നമ്മുടെ രാജ്യത്ത് നല്ല എയർപോർട്ടുകൾ ഉണ്ടാകാൻ, നല്ല വിദ്യാലയങ്ങൾ ഉണ്ടാകാൻ, നല്ല പോഷകാഹാരം നമ്മുടെ ജനതയ്ക്ക് കൊടുക്കാൻ, നല്ല പാലങ്ങൾ ഉണ്ടാകാൻ, ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന വർഷാവർഷം 5 വർഷം കൂടുമ്പോൾ ചൂണ്ടുവിരലിൽ കറുത്ത മഷി പുരട്ടി നമ്മളെല്ലാവരും സമ്മതിദാനം വിനിയോഗിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പറഞ്ഞുവിടുന്ന ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്നവർ ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ നിന്നും ലോകബാങ്കിൽ നിന്നും കടം വാങ്ങുമ്പോൾ ഇന്ന് അർദ്ധരാത്രിക്ക് ജനിച്ചു വീഴുന്ന കുഞ്ഞും കടക്കാരനായി പിറക്കുന്നു 14 കോടി രൂപയുടെ. അങ്ങനെയാണെങ്കിൽ ആദമെന്ന് പറയുന്ന ഒറ്റ മനുഷ്യന്റെ രക്തത്തിൽ പിറന്ന ലോകത്തുള്ള മുഴുവൻ മനുഷ്യവർഗവും പാപത്തിന്റെ കടക്കാരായി തീരുന്നത് യുക്തിസഹമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് 1 ലക്ഷം രൂപ വാങ്ങി, ഞാൻ പെട്ടെന്ന് തട്ടിപ്പോയി. അയാൾ തട്ടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പൈസ വേണ്ടെന്ന് വെക്കുമോ? നിങ്ങൾ എൻ്റെ പിള്ളേരെ പിടിക്കും. ഇത് തന്നെയാണ് പിശാച് മനുഷ്യവർഗത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനുഷ്യവർഗത്തിൽ ആദത്തിന്റെ സന്തതി പരമ്പരയിൽ ജനിച്ച ലോകം കണ്ട മഹത്തായ മതാചാര്യന്മാരും ദാർശനികന്മാരും മീമാംസകാരന്മാരും അങ്ങനെ എണ്ണം പറഞ്ഞ മഹാരഥന്മാരൊക്കെ ആദമെന്ന അപ്പന്റെ പാപത്തിന്റെ വീട്ടാക്കടം വീട്ടാനാകാതെ ലോകം വിട്ട് കാലയവനിക കടന്നപ്പോൾ
ആദത്തിന്റെ രക്തത്തിൽ ജനിക്കാതെ സ്ത്രീയുടെ സന്തതിയായി ജനിച്ച് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ കടമേറ്റെടുത്ത ഒരേ ഒരു വ്യക്തി ഈ രാത്രി അഭിമാന പുരസ്സരം ഉറക്കെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, കർത്താവായ യേശുക്രിസ്തു. ഒരാളെ കൊണ്ട് പാപത്തിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് മനുഷ്യവർഗത്തെ കെട്ടിയ ദൈവം 10 പേരെ കൊണ്ടും 10,000 പേരെ കൊണ്ടുമല്ല, ഒറ്റ വ്യക്തിയെ കൊണ്ട് തന്നെ ആ പാപത്തിന്റെ കെട്ടഴിപ്പിച്ചു. അതാണ് സുവിശേഷം, അതാണ് ദൈവത്തിന്റെ നീതി. മനുഷ്യവർഗത്തിന്റെ മോചന പ്രതീക്ഷകളുടെ സാക്ഷാത്കാരമായി പാലസ്തീനായിൽ ജനിച്ച ക്രിസ്തു 33.5 കൊല്ലത്തെ ഐഹിക ജീവിതം, 3.5 വർഷത്തെ ഐതിഹാസികമായ പ്രേക്ഷിത പ്രവർത്തന കാലഘട്ടത്തിൽ സമൂഹത്തിലെ അടിച്ചമർത്തപ്പെട്ടവരുടെയും പ്രാന്തവൽക്കരിക്കപ്പെട്ടവരുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ സമുദ്ധരിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തി. അയിത്തം കൽപ്പിച്ച് അസ്പൃശ്യരെന്ന് വിധിയെഴുതി സമൂഹത്തിന്റെ പിന്നാമ്പുറത്തേക്ക് ചവിട്ടി താഴ്ത്തിയവരെ ഒക്കെ അവിടെ നിന്നും കൈപിടിച്ചുയർത്തി കാലത്തിന്റെ നടുവിൽ ചരിത്രത്തിൽ തങ്കത്തിളക്കത്തോടെ ആചാര്യന്മാരായി നടത്തിച്ച പരിവർത്തന പ്രക്രിയയുടെ പരിപാവനമായ പേര് അത് സുവിശേഷമെന്നാണ്, ക്രിസ്തുവെന്നാണ്. ലോകത്തെ മാറ്റിമറിപ്പിച്ചു. എഴുതിത്തള്ളിയവരെ കൊണ്ട്, ലോകം എഴുതിത്തള്ളിയവരെ കൊണ്ട് ചരിത്രത്തിന്റെ മേലെഴുത്തെഴുതിച്ച ഒരേ ഒരു വ്യക്തിപ്രഭാവം, അത് ക്രിസ്തു. ഈ പ്രദേശത്തും തള്ളപ്പെട്ട പ്രിയപ്പെട്ടവർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾക്കുള്ള സദ്വാർത്ത, നിങ്ങളെ കൊണ്ട് ഈ ലോകത്തൊരു പാകതയെ നിർവഹിക്കാൻ പാകത്തിന് തിളക്കമുള്ള വ്യക്തിത്വങ്ങളാക്കി മാറ്റാൻ ഈ നസ്രേത്തുകാരനായ തച്ചന്റെ പണിശാലയിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ ഈ രാത്രി വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളുടെ മതം ഒരു പ്രശ്നമല്ല, നിങ്ങളുടെ പാപത്തിന്റെ അഗാധത ഒരു പ്രശ്നമല്ല, പിടിവിട്ടുപോയ ജീവിതത്തിന്റെ നിയന്ത്രണമില്ലായ്മ ഒരു പ്രശ്നമല്ല. നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ചു പിടിച്ചു തരാൻ കഴിവുള്ള ഒരേ ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു നന്മ പ്രസംഗിച്ചു. പറഞ്ഞ വാക്ക് ഒരിടത്തും മാറ്റി പറഞ്ഞിട്ടില്ല. പറയുന്നത് പോലെ ചെയ്യുകയും ചെയ്യുന്നത് പോലെ പറയുകയും ചെയ്തിട്ടുള്ള ലോകം കണ്ട ഒരേ ഒരു നേതാവ് ക്രിസ്തു. നമ്മുടെ മലയാള ഭാഷ അത് ലോകത്തിലെ ചെറിയൊരു ഭാഷയാണ്. ഈ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് പറയുന്നത് പോലെ എഴുതുകയും എഴുതുന്നത് പോലെ പറയുകയും ചെയ്യുന്ന ഒരു ഭാഷ മലയാളമാണ്. സംസ്കൃതം ഏറെക്കുറെയൊക്കെയാണ്. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, ഈ നായും നായും 2 ഉച്ചാരണമുള്ള ഒറ്റ അക്ഷരമാണെന്ന് മാത്രം. ഭാഷയിൽ അത് മലയാളമാണെങ്കിൽ ലോകം കണ്ട മഹാന്മാരിൽ, മനുഷ്യ മക്കളിൽ, കാരണം നമ്മളെല്ലാം മനുഷ്യരാണ്, നമ്മളൊന്നും പൂർണ്ണരല്ല, പക്ഷെ മനുഷ്യരിൽ പറഞ്ഞതുപോലെ ചെയ്യുകയും ചെയ്യുന്നത് പോലെ പറയുകയും ചെയ്ത ഒരേ ഒരു നേതാവ് ഈ രാത്രി നമ്മൾ ഉയർത്തുന്ന ആരാധ്യനായ യേശുക്രിസ്തു മാത്രം. ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിക്കാൻ വന്നത് എന്ന് പറഞ്ഞ ക്രിസ്തു സമൂഹത്തിലെ ആഢ്യന്മാരുടെ അന്തഃപുരങ്ങൾക്ക് മുമ്പിൽ ദിനപത്തയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എന്റെ അടുക്കൽ വരാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഗലീല കടലിന്റെ കുഞ്ഞോളങ്ങൾക്ക് മീതെ തോണിയിറക്കി തുഴയെറിഞ്ഞും വലയെറിഞ്ഞും കയ്യും മെയ്യും തളർന്ന മുക്കുവന്മാരോട് സമാധാനത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. സമൂഹമായി കൽപ്പിച്ച കടുത്ത പാപത്തിന്റെ കൊടുങ്കാട്ടിൽ കൊണ്ടുതള്ളിയ ചുങ്കക്കാരോടും വേശ്യമാരോടും ക്രിസ്തു സുവിശേഷം പ്രസംഗിച്ചു. അവരുടെയൊക്കെ പാപത്തിന്റെ അഴുക്കുചാലിൽ കൂത്താടി നടക്കാതെ പാപിയായ മനുഷ്യനെ പവിത്രനാക്കി തീർത്തു ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ സംശുദ്ധി അശുദ്ധി നിറഞ്ഞ സമൂഹത്തിലേക്ക് സംക്രമിച്ചപ്പോൾ ഈ ലോകത്തുണ്ടായ പരിവർത്തനമാണ് ഇന്ന് കാണുന്ന തിളക്കമുള്ള ലോകത്തിന്റെ കാരണം. അവിടം കൊണ്ടും ക്രിസ്തുവിന്റെ ഒരു സാമൂഹിക പരിഷ്കർത്താവായി
ജീവിച്ചു മരിക്കാതെ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പ്രതിപകരയാഗമാകാൻ വേണ്ടി 3 കോടതിയിൽ 6 വട്ടം മാറി മാറി വിസ്തരിക്കപ്പെട്ടു. ആ വിസ്താര കോടതിയൊക്കെ അസന്ദിഗ്ധമായി ക്രിസ്തു നീതിമാനാണെന്ന് വിധിച്ചു. സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വിട്ടില്ല. പിടിവിടാൻ ക്രിസ്തു ആഗ്രഹിച്ചുമില്ല. കോടതി പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. പിന്നെന്തിനു വിധിച്ചു? ചോദ്യമാണ്. ചോദ്യത്തിന് ഉത്തരവില്ല. ന്യായാധിപന്റെ ഭാര്യ കൊടുത്ത കുറിമാനം, ഈ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഹെരോദ് രാജാവ് വിസ്തരിച്ചു, കുറ്റം കണ്ടില്ല, പരിഹസിച്ചു, അംഗവസ്ത്രം ധരിപ്പിച്ചു വിട്ടു. എന്തിനു പരിഹസിച്ചു? ഉത്തരമില്ല. ക്രിസ്തുവിന്റെ മരണസമയത്ത് പ്രകൃതിയിൽ സംഭവിച്ച സൃഷ്ടാവിന്റെ മരണസമയം, കർത്താവിന്റെ മരണം കണ്ടു നിൽക്കാനാകാതെ, സൂര്യനെ കുറിച്ച് പറയുന്ന പര്യായം കർമ്മസാക്ഷി എന്ന സകല കർമ്മങ്ങളുടെ സാക്ഷിയാണ്. കത്തിയൊലിച്ച കർമ്മസാക്ഷി കണ്ണുകളടച്ചു. സൃഷ്ടാവിന്റെ മരണം സഹിക്കാനാകാതെ മനുഷ്യപുത്രന്റെ പാവനമായ തിരുശരീരം ഉൾക്കൊള്ളേണ്ട ഭൂമിയുടെ ഹൃദയം പൊട്ടിത്തെറിച്ചു. പ്രപഞ്ചം അന്ധകാരം കൊണ്ട് ആവൃതമായി. യേശുക്രിസ്തുവിനെ കുരിശുമരണത്തിന് വേണ്ടി വിധിക്കാൻ ആക്രോശിച്ച യഹൂദന്മാരുടെ ആ സമുദായത്തിലെ 100 പേരുടെ അധിപതിയായ മനുഷ്യൻ ഉറക്കെ കരഞ്ഞു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ലോകത്തിന്റെ പല പല കോണുകളിൽ ലോകം കണ്ട മഹാന്മാരൊക്കെ വാഴ്ത്തിപ്പാടിയ പരിശുദ്ധിയുടെ പര്യായം, ഭാരതത്തിന്റെ സാമൂഹിക തപസ്സിനെ ഭാസുരമാക്കിയ നവോത്ഥാന താരക ശ്രീ രാജാറാം മോഹൻ റോയ്, യേശുക്രിസ്തു പ്രകാശം പോലെ വിശുദ്ധൻ, കുഞ്ഞാടിനെ പോലെ നിഷ്കളങ്കൻ, നിത്യജീവന്റെ ആഹാരം. കാലടി ശങ്കരാചാര്യർക്ക് ശേഷം ഹിന്ദുമതത്തിന് പുനർജനി കൊടുത്ത് ആധുനികവൽക്കരിച്ച സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ കണ്ണീര് കൊണ്ടല്ല, ഹൃദയരക്തം കൊണ്ട് ആ പുണ്യാത്മാവിന്റെ പാദങ്ങളെ ഞാൻ ക്ഷാളനം ചെയ്യുമായിരുന്നു. നാരായണ ഗുരു സ്വാമികൾ പറഞ്ഞത് പരമേശ പവിത്ര പുത്രനെന്നാണ്. അങ്ങനെയുള്ള ക്രിസ്തുവിനെ എന്തിനു മരണത്തിന് വിധിച്ചു? ബൈബിൾ വടിവത്ത ഭാഷയിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിരിക്കുന്നു. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്കു ജീവിക്കേണ്ടതിന് യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് കുരിശിന്മേൽ കയറി. ഞാനും നിങ്ങളും എടുത്തു പൊക്കാൻ നോക്കിയാലും എടുത്തുയർത്താനാകാത്ത നമ്മുടെ തലകുനിച്ച പാപത്തിന്റെ പടുഭാണ്ഡം യേശുക്രിസ്തു പാപത്തിന്റെ കാളകൂടം ആ പവിത്രമായ മേനിയിൽ ആവാഹിച്ചുകൊണ്ട് കാൽവരികിരി ശൃംഗത്തിന്റെ വിരിമാറിൽ കത്തിക്കാളുന്ന മേടച്ചൂരിൽ ഒന്ന് പിടയാൻ പോലുമാകാതെ ഉടല് കടയുന്ന വേദന കടിച്ചമർത്തിക്കൊണ്ട് അടിമുടി അടിയും ഇടിയുമേറ്റ കരിവാളിച്ച ശരീരത്തോടുകൂടെ 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായ യെശയ്യാവ് മിശിഹയുടെ മരണം പ്രവചിച്ചതുപോലെ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപതയുടെ പാരമ്യതയിലാർന്ന് ദൈവത്താൽ പരിത്യജിക്കപ്പെട്ട് മനുഷ്യരാൽ തള്ളപ്പെട്ട് പരിഹാസ ശരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പരിക്കീടനായി ദൈവപുത്രൻ 2 കള്ളന്മാരുടെ നടുവിൽ കിടന്ന് പിടഞ്ഞു മരിച്ചത് പ്രിയപ്പെട്ട സഹോദരോ, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ജീവിതം നിരാശയുടെ നീർച്ചുഴിയിലേക്ക് ആണ്ടാണ്ട് മുങ്ങി ആത്മഹത്യ ചെയ്യാൻ പലവട്ടം ശ്രമിച്ച് അവിടെ പോലും പരാജയപ്പെട്ട് ജീവിക്കുന്ന ശരീരവും ചത്ത മനസ്സുമായി സഞ്ചരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കുരിശിൽ മരിച്ചൊരു വ്യക്തിപ്രഭാവത്തെ ഞങ്ങൾ ഈ രാത്രി പരിചയപ്പെടുത്തുന്നു. അത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു. ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ലോകത്തിലെ സകല മഹാന്മാരുടെയും ചരിത്രം അവിടം കൊണ്ട് അവസാനിക്കുമ്പോൾ
ജനിക്കും മുമ്പേ ചരിത്രം കുറിച്ചവൻ മരണത്തിലും ചരിത്രം അവസാനിക്കാതെ ഒരു കല്ലറയിൽ അടക്കം ചെയ്തു. 6000 പൗണ്ട് തൂക്കമുള്ള കല്ലുകൊണ്ട് കല്ലറ അടച്ചു വെച്ചു. കരുത്തന്മാരായ പടയാളികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാവൽ നിന്നു, കയ്യിൽ ആയുധം പിടിച്ചു. പക്ഷേ 3-ാം ദിവസം മതവും രാഷ്ട്രവും സമൂഹവും ചേർന്ന് അടച്ചു വച്ച് അനന്തതയുടെ അവതാരം അജയ്യനായി പുനരുത്ഥാനം ചെയ്തു. ആ പുനരുത്ഥാനം ചെയ്ത യേശു ക്രിസ്തു അന്തരീക്ഷത്തിൽ അശരീരിയായി അലിഞ്ഞു ചേരുകയല്ല ചെയ്തത്. 40 നാള് പ്രത്യക്ഷപ്പെട്ട് കണ്ടും കേട്ടും തൊട്ടും ജീവിച്ചിരിക്കുന്നു എന്ന് 500-ലധികം പേർക്ക് തെളിയിച്ചു കൊടുത്ത വ്യക്തി. 500 പേര്. ഈ 500 പേരെയും ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ വിസ്തരിച്ചും 6 മിനിറ്റ് വെച്ച് സാക്ഷി പറയാൻ കൊടുത്താൽ 56 മണിക്കൂറിലേറെ വരും. ഇത്രയും സാക്ഷികളുള്ളൊരു കേസ് ഒരു കോടതിക്കും അസാധുവായി എഴുതിത്തള്ളാൻ പറ്റില്ല. പ്രിയപ്പെട്ടവരെ, അത്ര വ്യക്തമായ കത്തി നിൽക്കുന്ന പകലുപോലത്തെ ചരിത്രം സാക്ഷിച്ച പരമാർത്ഥം ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ഇനി ആ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ചരിത്രപരമായ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്നതിന്റെ വർത്തമാനകാല തെളിവാണ് ലോകത്ത് 7 വൻകരകളിലെയും മനുഷ്യവർഗത്തിന്റെ ജീവിതത്തിൽ വരുത്തുന്ന ആ പരിവർത്തനം. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ അജയ്യമായ ശക്തിയുടെ വിളിച്ചോതലാണ് ഈ സദസ്സിൽ വന്നിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ മേലെടുത്ത് മാറ്റിയതും. പ്രിയപ്പെട്ടവരെ, കല്ലറ പൊട്ടിത്തകർത്തുകൊണ്ട് പുനരുത്ഥാനം ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അല്ലേ? ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ കൂടെ നമുക്ക് കൈവന്ന മഹത്തായ രക്ഷയുടെ ഗുണഭോക്താക്കളാണ് നമ്മൾ. അതിനെന്ത് ചെയ്യണം? കാലണ മുടക്കില്ല. ഈ വേണ്ടെന്ന് വെച്ചാലോ, എനിക്കിതൊന്നും വേണ്ട, വേണ്ടെന്ന് വെച്ചത് കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവം സൗജന്യമായി ഒരുക്കിയ രക്ഷാപദ്ധതിയെ തിരസ്കരിച്ച് നിത്യദൈവത്തോട് നന്ദികേട് കാണിക്കുന്ന മുഴുവൻ മനുഷ്യവർഗത്തെയും മനസ്സോടെ അല്ലെങ്കിലും കൊണ്ടുപോയിടുന്ന സ്ഥലം നിത്യനരകം. കെടാത്ത തീയും ചാകാത്ത പുഴുക്കളും ഉള്ള നിത്യനരകം ദൈവം മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചതല്ല, പിശാചിനും അവന്റെ ദൂതന്മാർക്കും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ മതിയെന്ന് തീരുമാനിച്ചാൽ പിന്നെ രക്ഷിക്കാൻ ദൈവത്തിന് മറ്റു വഴിയില്ല. ഒറ്റ വഴി, ക്രിസ്തു മാത്രം. അതുകൊണ്ട് ഈ രാത്രി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഐഹിക ജീവിതത്തിൽ കൊണ്ട് ഒടുങ്ങാത്ത പാരത്രിക ജീവിതത്തിന്റെയും ഐശ്വര്യത്തിനു വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആ സൗജന്യവും സമ്പൂർണവുമായ രക്ഷാപദ്ധതിയുടെ ഭാഗമാക്കുകളാകാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. കാലണയുടെ മുടക്കില്ല, കർമ്മങ്ങളുടെ ആവശ്യമില്ല, നേർച്ചകൾ വേണ്ട, തീർത്ഥാടനങ്ങൾ വേണ്ട. സൗജന്യമായി സമ്പൂർണമായി മനുഷ്യവർഗത്തെ മോചിപ്പിക്കുന്ന മോചന പദ്ധതി. കാരണം സൗജന്യം, ഇത് വിലയില്ലാത്തത് കൊണ്ടല്ല. വില കൊടുക്കാൻ ഒരു മനുഷ്യനും, അത് അംബാനിക്ക് സാധിക്കില്ല, അദാനിക്ക് സാധിക്കില്ല, ബിൽഗേറ്റ്സിന് സാധിക്കില്ല. കാരണം മത്തായി 16:26 ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ വില മുഴുലോകത്തേക്കാളും വിലയേറിയതാണ്. അതുകൊണ്ട് മനുഷ്യവർഗത്തിന് വേണ്ടി മുതൽ മുടക്കാൻ ദൈവം തീരുമാനിച്ചു. ആ മുതൽ മുടക്ക് സത്യദൈവം മനുഷ്യരായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് കഷ്ടപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ രക്ഷാപദ്ധതി മനുഷ്യവർഗത്തിന്റെ മുമ്പിൽ വെച്ചു നീട്ടിക്കൊണ്ട് മനുഷ്യമക്കളെ മാടി വിളിക്കുന്നു. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, നീ രക്ഷിക്കപ്പെടും. വ്യക്തിഗതമായ വാഗ്ദത്തമാണ്, പരപ്രേരണ കൊണ്ടല്ല, അന്തർദാഹത്തോടെ. യേശു ക്രിസ്തു എന്ന അനന്ത ചൈതന്യം എന്റെ അറുതിയില്ലാത്ത അപരാധങ്ങൾക്ക് വേണ്ടി അനന്തയജ്ഞമായി തീർന്നുവെന്ന് ആര് വിശ്വസിച്ചുകൊണ്ട് ഈ രാത്രി ഏറ്റുപറയുന്നു, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം പുതിയ ജീവിതമായി മാറുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രിയ സുഹൃത്തെ, സഹോദര സഹോദരി, ഈ ജീവിതം നിരർത്ഥകമാകാതിരിക്കാൻ, ദൈവദത്തമായ ജീവിതം സാർത്ഥകമാകാൻ, ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു.
അപ്രകാരം യേശുക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്താപബോധമുള്ള പ്രിയപ്പെട്ടവർ, നിങ്ങളായിരിക്കുന്നിടത്ത് എവിടെ തന്നെയാണെങ്കിലും ഒരു നിമിഷം ഞാൻ പറയുന്ന പ്രാർത്ഥനാവാചകം നിങ്ങൾ കേട്ടിടല്ല. ഇനി മാരകമായ രോഗങ്ങൾ കൊണ്ട് കഷായിക്കുന്ന വ്യക്തിയാണോ, പുനരുത്ഥാനം ചെയ്ത യേശുക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന ദൃഷ്ടാന്തമായി അത്ഭുത സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അനുസരണം കെട്ട മക്കളെ കൊണ്ട് പൊറുതിമുട്ടിയ മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഈ പ്രദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. മടിക്കാതെ, ലജ്ജിക്കാതെ, സ്നേഹത്തോടുകൂടെ ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുക. കർത്താവായ യേശുവേ, അങ്ങന്റെ പാപങ്ങൾക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ ഹൃദയംഗമമായി വിശ്വസിക്കുന്നു. അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എൻ്റെ പാപങ്ങളെ കഴുകി എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ. അവിടുത്തെ കർത്താവിൻ്റെ രക്ഷിതാവുമായി എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് എൻ്റെ അതരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. പ്രിയ കർത്താവേ, ഈ രാത്രി അങ്ങയുടെ സന്നിധിയിൽ ജീവിതം സമർപ്പിച്ച പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ അനന്തത വരെ വഴിയടത്തണമേ. ദൈവിക സത്യങ്ങളിലേക്ക്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ കൂടെ ഇരുത്തി, കുടിയിരുത്തി നിത്യത വരെ വഴിയടത്തണമേ. മാരക രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, കർത്താവേ, നീ ജീവിക്കുന്ന ഏക സത്യ ദൈവമാണെന്ന വ്യക്തമായ ദൃഷ്ടാന്തമായി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവർക്ക് അത്ഭുത സൗഖ്യം കൊടുക്കണമേ. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ വിഷയങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ജീവിതം നുറുങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാന്തിയും സമാധാനവും എന്നും ഈ പ്രദേശത്തുണ്ടാകണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അപകടമരങ്ങളും അപമൃത്യുക്കളും ഉണ്ടാകരുത്. ഞങ്ങൾ ബലഹീന മനുഷ്യരാണെങ്കിലും ദൈവം ഞങ്ങൾക്ക് സുവിശേഷത്തിലൂടെ പകർന്നു നൽകിയ ദൈവരാജ്യത്തിന്റെ അധികാരം വെച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഈ പ്രദേശത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുമ്പോൾ ദയതോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ, ആമേൻ. ഈ സമയം വരെ എന്നെ ശ്രവിച്ച ഈ സദസ്സിലും നാട്ടിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും എനിക്ക് പ്രകാരം അവസരം ഒരുക്കി നൽകിയ എനിക്ക് വളരെ സ്നേഹാദരങ്ങളുള്ള പാസ്റ്റർ ഫിലിപ്പ് കുര്യാക്കോസ് അവർകൾക്കും എൻ്റെ അകം തൊട്ടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇത്രയും സമയം വളരെ സവിസ്തരമായി കർത്താവിൻ്റെ വചനം ദേശത്തോട് വിളിച്ചു പറഞ്ഞ കർത്താവിൻ്റെ ദാസൻ ഷിജു ആൻ്റണിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവസ്നേഹത്തിൽ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് രാത്രിയിൽ ദേശത്ത് വിതയ്ക്കപ്പെട്ട സുവിശേഷത്തിൻ്റെ വിത്ത് ജനഹൃദയങ്ങളിൽ വീണിട്ടുണ്ട്. വരും ദിനങ്ങളിൽ അത് കിളിർത്ത് വളർന്ന് നല്ല ഫലം ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ തക്കവണ്ണം ദേശത്തുനിന്ന് സ്വർഗത്തിലെ ദൈവം അവരെ തിരഞ്ഞെടുക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ വിൽസൺ എം ചെറിയാൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം ഇവിടെ അവസാനിപ്പിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ കൃത്യസമയത്ത് തന്നെ പ്രാർത്ഥിച്ച് യോഗം ആരംഭിക്കും. നാളെ ദൈവവചനം സംസാരിക്കുന്നത് സിസ്റ്റർ ഗിരിജ സാം കുമരകമാണ്. തക്ക സമയത്ത് തന്നെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകളെ ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹര വിലയുരിതമാകുന്ന ഈ നല്ല രാത്രിയുടെ യാമത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ദേശത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൺവെൻഷൻ ഇപ്രകാരം ഞങ്ങൾക്ക് ആരംഭിക്കുവാൻ സ്വർഗം അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ ദേശത്തിന് വേണ്ടി ഉള്ള സന്ദേശം പറയുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ദാസനെ ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ അയച്ചതിനായി സ്തോത്രം. ദാസനിലൂടെ ഈ ദേശത്തിന് വേണ്ടുന്ന
അനുഗ്രഹമേറിയ ആലോചനകൾ ദൈവം അവിടുന്ന് ദാസനോട് അയച്ചതിനായി സ്തോത്രം. സംസാരിച്ച വചനങ്ങളൊക്കെ ഈ ദേശത്തിന് വലിയ വിടുതലായി മാറുവാൻ സ്വർഗം അവിടുന്ന് സഹായിക്കുമാറാകണമേ. ഇന്ന് രാത്രിയിൽ ഇവിടെ വിതച്ച കർത്താവ് വിത്തുകളൊക്കെ 30, 60, 100 മേനിയായി വിളയത്തക്കവണ്ണം വരും നാളുകളിൽ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അവ കാണത്തക്കവണ്ണം ദൈവത്തിന് വലിയ പ്രവൃത്തി ദേശത്ത് കർത്താവ് അയക്കാൻ പോകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ശക്തമായി ഞങ്ങളുടെ ദാസനെ ദൈവം ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ദേവദാസന്മാർക്ക് ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹമേറിയ നല്ല ഗാനങ്ങൾ ഞങ്ങളുടെ നടുവിൽ ആലപിപ്പാൻ കർത്താവിന്റെ ദാസന്മാരെ ശക്തമായി ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഉപയോഗിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ നിന്റെ വലിയ ദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരും ഒരുപോലെ ഇന്ന് രാത്രി സ്വർഗം അവിടുന്ന് അനുഗ്രഹിച്ചാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ ശ്രദ്ധ പരിധിക്കുള്ളിൽ ഞങ്ങളെ അടുത്ത മകളെയുമായി ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് രാത്രി സ്വർഗം അവിടുന്ന് ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. നാളെ നടക്കുന്ന മീറ്റിങ്ങുകളെ സ്വർഗം അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്താട്ട് ഇപ്പോൾ ഞങ്ങൾ പിരിയാത്ത ദൈവ സാന്നിധ്യം ഞങ്ങളോട് കൂടിയിരിക്കണം. പ്രാർത്ഥനയും യാചനയും സ്വർഗം അവിടുന്ന് കരുതനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഏകദൈവത്തിന് അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനം സംസാരിച്ച കർത്താവിന്റെ ദാസനോടും ഇവിടെ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടിയും നാളെ നടക്കുന്ന മീറ്റിങ്ങുകളോടും കർത്താവിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്ത് വരെ ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ ജയം തന്ന കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. നമുക്ക് സമാധാനത്തോടെ നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. കർത്താവിൻ്റെ തിരുസാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനുള്ള നന്ദി വീണ്ടും പ്രകാശിപ്പിക്കുന്ന കർത്താവ് സ്നേഹിക്കും. ും
ഓഫ് ചെയ്തായിരുന്നോ?